നാശം കുറച്ചു കാലമായി ശല്യമില്ലാതിരിക്കുകയായിരുന്നു. മോന്റെ കാലിലൊരു മുള്ളുകൊണ്ടു. വേദന കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ മോനെ ആ മോങ്ങാതിരിയൊന്ന് കാണിക്കണം. ഓ അത്രേ ഉള്ളൂ. തനിക്ക് സമാധാനമായില്ലേ സൂത്ര? അതെന്താ ഇടിയിട്ടുന്ന എന്തോ കേസിനെ വിളിച്ചതെന്നാ സൂത്രൻ ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞത്. സൂത്രൻ എന്നും ചേട്ടന്റെ എഴുതിയ കാര്യം പറയാം. മിണ്ടാതിരിക്കണോ മരത്തലയാ. ചേട്ടാ, മോന്റെയും മുള്ളിന്റെയും കാര്യം വൈദ്യുതി ശരിയാക്കിക്കോണു. മോൻ കരയണ്ട, മോനെ ശീലിച്ചേട്ടൻ കൊണ്ടുപോകും കേട്ടോ. ഞാനോ? താൻ കൊണ്ടുപോയാ മതി. എനിക്ക് വേറെന്തോ തിരക്കുണ്ട്. കുട്ടികളിൽ നിന്ന് പഠിക്കുന്ന സമയമാ, ശബ്ദമുണ്ടാകരുത്. ശല്യമുണ്ടാക്കരുത്. പിള്ളേര് പഠിക്കുകയോ, ഒച്ച വെക്കരുത്. മോനെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് കഴിഞ്ഞു. പറ്റില്ല, ഈ വഴിക്ക് മുഴുവൻ എന്റെ ബന്ധുക്കളും പിള്ളേരുമാ. ഒച്ച വെച്ചാൽ അടിക്കും ഞാൻ. മുള്ളെടുത്തു, ബോധം വരാനുള്ള മരുന്നും കൊടുത്തു. മോനിപ്പോ ഉണരും. ബോധം പോയോ? അതെങ്ങനെ? അത് കരാതിരിക്കാനും മുഖം പത്തിയപ്പോ പറ്റിയതാണെന്നോ എതിര് പറഞ്ഞത്. പിള്ളേര് പഠിക്കുകയോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, നാടകം വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നേ. നാടകം നാളെ ജലദോഷ കുന്നിലാണ്. എന്തു പറ്റി? നാടകം വരുന്നു. നാടകം പിന്നാലെ വരുന്നുണ്ടോ? രക്ഷിക്കണേ, കൊല്ലാൻ വരുന്നേ. നാടകത്തിന് ആള് കുറവാ. നാടകം കാണാൻ ആള് കുറവാണെന്ന് നാടകം തുടങ്ങിയാലല്ലേ അറിയൂ. കാണാനല്ല, അഭിനയിക്കാൻ ആള് കുറവാ. അതുകൊണ്ട് എന്നോടും അഭിനയിക്കാൻ പറഞ്ഞു. രക്ഷിക്കണേ. ചേടാ, നാടകത്തിൽ അഭിനയിക്കുന്നത് എന്തിനാ കൊല്ലാൻ വരുന്നത്? ഞാൻ അഭിനയിച്ചാൽ ആള് കൂടുമോ സൂത്ര? താൻ അഭിനയിച്ചാൽ ആള് കൂടില്ല, ഓടും. ആള് കുറഞ്ഞാൽ കൊല്ലുകയാണോ വേണ്ടത്? കൊന്നാൽ പിന്നെയും ആള് കുറയില്ലേ? ഇത് വേറെന്തോ പ്രശ്നമാ. നാടകമൊക്കെ ആർട്ടല്ലേ, അതിലഭിനയിച്ചാൽ കൊല്ലുമെന്നൊക്കെ പറയുന്നത് തെറ്റാ. ഈ കാട്ടിൽ ഈ വയലൻസ് നടപ്പില്ല. ഇത് തടയണം. ഓടിപ്പോയോ കൊഴുതയാണോ തടയേണ്ടത്? അവനെ വിളിച്ച് നമ്മുടെ സപ്പോർട്ട് കൊടുക്കണം. താൻ വാ. രക്ഷിക്കണേ, നാടകം വരുന്നു. നിൽക്കടോ, നാടകമല്ലോ, ഞങ്ങളാ വരുന്നത്. താൻ പേടിക്കണ്ട, നാടകം ഭംഗിയായി നടക്കും. അത് പിന്നെ എനിക്കറിയില്ലേ, അതിനല്ലേ ഈ വർക്ക് ചെയ്യുന്നത്. വർക്കാ? എന്തു വർക്ക്? നാടകത്തിന് പരസ്യം കൊടുക്കുന്ന ചുമതല എനിക്കാ. അതിനാ ഞാൻ ഓടി നടന്ന് വിളിച്ചു പറയുന്നത്. പരസ്യത്തിനിടയിൽ എന്റെ ഡയലോഗും പഠിക്കണം. രക്ഷിക്കണേ, കൊല്ലാൻ വരുന്നേ എന്നതൊക്കെ എന്റെ ഡയലോഗാ. സമയം കുറവായതുകൊണ്ട് ഞാൻ പരസ്യവും റിഹേഴ്സലും ഒരുമിച്ച് അങ്ങ് നടത്തുകയാ. ഞാനും. മുഴുവൻ ഇപ്പോഴേ തിന്നണ്ട, ഓരോന്ന് ഇപ്പോൾ തിന്നിട്ട് ബാക്കി 2 സൂക്ഷിച്ചു വെക്കണം. എവിടെയാ സൂക്ഷിക്കുക? ഗുഹയ്ക്കകത്ത് വെക്കാം, അല്ലെങ്കിൽ കുഴി ഉണ്ടാക്കി അതിലിട്ട് മൂടാം. ഞാൻ കുഴിയിലിട്ട് മൂടാം. സൂത്രഞ്ഞമ്മേ, ഈ കുഴി മൂടാൻ പറ്റുന്നില്ല. വേറെ കുഴി ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി മുട്ട ഈ കിണറ്റിലിട്ടത്. നേരത്തെ വള്ളി പൊട്ടി ഗർത്തത്തിലെ കൂർത്ത പാറയിൽ അർദ്ധനാഥത്തോടെ വീഴുന്നത് ഓർത്തു നോക്ക്. ഓർത്തു നോക്കാം.
ഇതെങ്ങനെ പറ്റി അജഗജ? കൽത്താളിയിൽ നിൽപ്പാൻ പറ്റാതെ കാൽപാദം തെന്നി പാലത്തിൽ തൂങ്ങി വിൽപ്പവറൊക്കെ പോയി ഹെൽപ്ലെസ് ആയി. വല്ലതും മനസ്സിലായോ? കുറച്ചൊക്കെ. അജഗജ, ഞങ്ങളെ രക്ഷിക്കാം. രക്ഷിക്കുന്നതിന് മുമ്പ് കക്ഷികൾ സൂക്ഷിച്ചു വീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? സുസ്ഥിരമായ പാറയിലെ അസ്ഥിരതയുള്ള കൊമ്പിന്റെ തൽസ്ഥിതി വിട്ടാൽ ഈ സ്ഥിതിയിൽ അസ്ഥി ഒടിയും. ഒരു വാക്ക് പോലും മനസ്സിലായില്ല. നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ചെടി വൈകാതെ കിഴുതുപോരും അജഗജം വീഴും. മുകളിൽ നിന്ന് വലിച്ചു കയറ്റാൻ പറ്റില്ല, കൈയെത്തില്ല. വീഴുമ്പോൾ താഴെ നിന്ന് പിടിക്കുന്നതും റിസ്കാ. മൂന്ന് കഴിഞ്ഞിട്ട് പിടിച്ചാലോ? ഏതായാലും ആരെങ്കിലും സഹായത്തിന് വേണം. താൻ ആരെയെങ്കിലും വിളിക്ക്, സമയം കളയാനില്ല. ജയ് വിളിക്കും പോലെ കൈവിട്ട് കളിച്ചാൽ തൈ വിട്ടു പോന്ന് ഐ വിൽ ഫാൾ. പേടിക്കാതിരി, ശരി ആളെ വിളിക്കാൻ പോയിട്ടുള്ളൂ. ഏതെങ്കിലും ആനയെ കിട്ടിയാൽ പിടിച്ചടക്കാൻ എളുപ്പമായേനെ. കിട്ടി സൂത്ര. ഇങ്ങനെ വിചാരിച്ചാൽ അജഗജനെ താഴെ ഇറക്കാൻ പറ്റുമോ? താഴെ ഇറക്കാനല്ല, പണ്ഡിതനോ അജഗജൻ പറയുന്നത് നിന്റെ അർത്ഥം പറഞ്ഞു തരാൻ വിളിച്ചതാ. അടി ഇളകി ചെടിയുടെ പിടിവിട്ട് അടിയടിതാ അടിയിലേക്ക് വടിയായി. എന്ത് പറ്റി ശരു? ഒരു കരടി എന്നെ തള്ളി വീഴ്ത്തി. കണ്ടോ മുട്ടു പൊട്ടി. എനിക്ക് ആ കരടിയെ തള്ളി വീഴ്ത്തണം. നമ്മൾ കുട്ടികളല്ലേ, നമ്മൾ തള്ളിയാൽ കരടി വീഴില്ല. തള്ളാതെ വീഴ്ത്താനേ നമുക്ക് പറ്റൂ. അതെങ്ങനെ? ഒരു സൂത്രമുണ്ട്. കരടി വരുന്ന വഴിയിൽ വള്ളി വലിച്ചു കിട്ടിയാൽ മതി. കരടി വീഴുമോ? വീഴും. അച്ഛൻ പറഞ്ഞു തന്ന സൂത്രമാ. ഞാൻ വള്ളി കിട്ടി കരടിയെ വീഴ്ത്താം. വള്ളി കെട്ടിയിട്ട് കരടി വീണില്ല സൂത്ര. അതെന്താ, കരടി വന്നില്ലേ? വന്നു, എന്നിട്ടും വീണില്ല. വള്ളി നന്നായി വലിച്ചു കെട്ടിയില്ലേ? വലിച്ചു കെട്ടി. കിട്ടിയത് കാണിച്ചു തരാം. കണ്ടോ, നന്നായി വലിച്ചു കെട്ടിയല്ലോ. അതോരോ സൂത്ര? ഇവിടെ കണ്ടിട്ടില്ല. അയ്യോ, നടന്നു വന്നു ഇതിലെ തടഞ്ഞു വീണു ഇവിടെ. ഓ, പാട്ടുകാരനല്ലേ? ഏയ്, പാട്ടുകാരനൊന്നുമല്ല. വീണതിന്റെ വേദന മാറാനാ. ഞങ്ങളുടെ കാട്ടിൽ ഇങ്ങനെ ഒരു പതിവുണ്ട്. പ്രശ്നം വന്നാൽ പാട്ട് പാടുക. പാട്ട് പാടിയാൽ എല്ലാം മറക്കാം. പാട്ട് പാടാൻ മറന്നാലോ? പാട്ട് സൂത്രം കൊള്ളാമല്ലോ സൂത്ര. എനിക്ക് വലിയ സംഭവമായൊന്നും തോന്നിയില്ല. ഏതായാലും ഞാനിത് പരീക്ഷിക്കാൻ പോവുകയാ. എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നെങ്കിൽ പാട്ട് പാടാമായിരുന്നു. ചേടാ, എന്താ പ്രശ്നം വരാത്തത്? സൂത്ര, എനിക്ക് പാട്ട് പാടാൻ പ്രശ്നം വരുന്നില്ല. താൻ ആ കടിയന്റെ അടുത്ത് ചെല്ല്, ആവശ്യത്തിന് പ്രശ്നം കിട്ടും. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം മറന്നു. ഇവിടെ അടുത്ത് എൻ്റെ ഒരു അമ്മാവനുണ്ട്. ഇന്ന് പോയി കാണാമെന്ന് പറഞ്ഞിരുന്നു. വേദന വന്നല്ലോ, മുതുകിന് വേദന വന്നല്ലോ. താനും പാട്ടു തുടങ്ങിയോ? എന്തു പറ്റി? അമ്മാവൻ തല്ലി നടുവടിച്ചു. എന്തിന്? അമ്മാവന് അസുഖം, അതൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഉറക്കെ ഒരു പാട്ട് പാടി. അമ്മാവൻ എന്താ അസുഖം? ചെവി വേദന. ചെവിക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുന്ന നേരമായിരുന്നു. വൈദ്യര്, എൻ്റെ ഒരു അമ്മാവന് ഭയങ്കര തലവേദന. കാലും രണ്ടും കൂട്ടി കെട്ടി 10 അടി പൊക്കത്തിൽ കെട്ടി തൂക്ക്. തലയ്ക്കകത്ത് ചോരയോട്ടം ഉണ്ടാവും. തലവേദന മാറും.
വൈദ്യര് എന്റെ വേറൊരു അമ്മാവന് കാലിന്റെ മുട്ടിന് വേദന. രണ്ട് കൈയും കൂട്ടി കെട്ടി 10 അടി പൊക്കത്തിൽ കെട്ടി തൂക്കിക്കോ. വൈദ്യര് എന്റെ വേറൊരു അമ്മാവന് വയറുവേദന. തനിക്ക് എത്ര അമ്മാവന്മാരുണ്ടടോ? ഒരു കല്ലെടുത്ത് കുറച്ചു നേരം വയറ്റത്ത് കെട്ടി വെക്കാൻ പറ. വൈദ്യര് പിന്നെ ഒരു അമ്മാവന് നടുവിനൊരു വേദന. വാളയാത്തൊരു വടിയെടുത്ത് തലയും കാലും ചേർത്ത് കെട്ടിവെച്ചോ, നടുവേദന മാറും. എന്നാ പിന്നെ പോയിട്ട് വരാം. വൈദ്യര് അഴിച്ചു വിടാറായോന്ന് അറിയാൻ വന്നതോ. അമ്മാവന്മാരുടെ കാര്യമല്ലേ? ആ, ഞാനൊന്ന് വന്ന് നോക്കട്ടെ. അയ്യോ, വൈദ്യര് വരണ്ടോ? അതെന്താ? അത് സത്യം പറഞ്ഞാലേ അമ്മാന്മാർക്കല്ല അസുഖം, എന്റെ ഒരു ചങ്ങാതിക്ക. തലവേദന നടുവേദന എന്നൊക്കെ പറയാം, മൂപ്പർക്കൊരു നാണക്കേട്. അതാ പേര് മാറ്റി പറഞ്ഞത്. അയ്യോ, വാ നോക്കാം. വേദന കുറവുണ്ടോ സൂത്ര? ചേട്ടാ, മൂക്കൻകുന്നിന്റെ തെക്കേ ഭാഗത്തല്ലേ ചോർപ്പൻകുളം? അല്ലല്ല, തെക്ക. അതിന്റെ കിഴക്ക് ഇളിയൻ പാറ. അല്ലല്ല, ചോർപ്പൻകുളത്തിന്റെ തെക്ക. ചേട്ടൻ പറഞ്ഞതാ തെറ്റ്. ഷെറു, ഇതുപോലുള്ള സംശയം തീർക്കാൻ ഒരു വഴി ഉണ്ടാക്കണം. വേണ്ട. അതെന്താ? വഴി ഉണ്ടാക്കിയാൽ പിന്നെ വഴി തെക്കാണോ വടക്കാണോ എന്നൊക്കെ പറഞ്ഞ് ഉമ്മാർ അടിപിടിയോ. ആ വഴി അല്ലടോ, സ്ഥലങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു സൂത്രം വേണമെന്ന്. ഒരു മാപ്പ്. മാപ്പ് പറയുന്നത് എന്തിനോ? മാപ്പ് എന്ന് വെച്ചാൽ ഭൂപടം. കുന്ന്, പുഴ, കുളം, പാറ ഇതൊക്കെ അടയാളപ്പെടുത്തുന്ന പരിപാടി. ദേ, ഇവിടെ മൂക്കൻകുന്ന്, അപ്പുറത്ത് ജലദോഷിക്കുന്ന്. പണി തീർന്നാൽ ഇവിടെ ബോർഡ് വെക്കണം. സൂത്രം മാപ്പ് എന്ന് പേരിടാം. കുന്നായിട്ട് തോന്നാൻ കുന്നുപോലെ മണ്ണിടാം. ഇവിടെ ഇളിയൻ പാറ, ഈ കല്ല് വെക്കാം. ഒറിജിനാലിറ്റി കിട്ടും. ശരു, താൻ തുളയുള്ള കല്ല് കുറെ കൊണ്ടുവാ. അതെന്തിനോ? ഗുഹ പോലെ വെക്കാനാടോ. താൻ വരുമ്പോഴേക്കും ഞാൻ കുറെ വർക്ക് തീർത്തു വെക്കാം. തുളയുള്ള കൊല്ല് 10-20 എണ്ണം കൊണ്ടുവന്നു. ഓമ്പോ, ഇത് സൂപ്പർ. വഴിയും പുഴയും ഒക്കെ വരച്ചു. പാറയ്ക്ക് പകരം കല്ലു നിരത്തി. മരത്തിനു പകരം ചെടിയുടെ കമ്പും വെച്ചു. ഇതെന്തോ നടുക്ക് വളഞ്ഞവരാ? അത് പുഴയാ. ജലദോഷിക്കുന്നിൽ നിന്നല്ലേ പുഴ വരുന്നത്. ഞാൻ ആനച്ചേട്ടനെ വിളിക്കാം. ആനച്ചേട്ടനോ? ഓ, ഇത് കാണിക്കാനാ. വന്നല്ലോ. ഒറിജിനൽ വെള്ളമാണെങ്കിൽ ശരിക്കും പുഴയായിട്ട് തോന്നുന്നു. രണ്ട് കൈയിൽ നടത്തം. പേരയ്ക്ക അമാനമാടൽ. ഉഗ്രൻ. മലക്കമർച്ചിൽ. അമ്മാവാ, ഒരു ഐഡിയ. നമുക്ക് ഈ അഭ്യാസങ്ങളൊക്കെ വെച്ചൊരു പരിപാടി നടത്തിയാലോ? അഭ്യാസം കാണാൻ വരുന്നവർ ഫീസായി മുട്ട, ഇറച്ചി, മീൻ ഇതൊക്കെ കൊണ്ടുവരാൻ പറയാം. സമയമില്ല, എനിക്ക് ഉടനെ പോകണം. പക്ഷേ നിന്റെ ഐഡിയ കൊള്ളാം. വേറെ അഭ്യാസികളെ വെച്ച് നീ പരിപാടി നടത്ത്. അതും കൊള്ളാം. എടോ, താൻ പോയി വല്ല അഭ്യാസികളെയും കണ്ടുപിടിക്കും. അഭ്യാസിയോ? അതാരോ? തല കുത്തി നിൽക്കുക, വള്ളിയിലൂടെ വീഴാതെ നടക്കുക, മാനമാടുക, ഇതൊക്കെ ചെയ്യുന്നവരാ അഭ്യാസികൾ. പള്ളിയിൽ വീഴാതെ നടക്കുന്ന ഒരുത്തനെ കണ്ടു. പക്ഷെ ആളൊരു പേടിത്തൊണ്ടനോ. പേടി സാരമില്ല. നമ്മൾ പറഞ്ഞു പേടി കൂട്ടാതിരുന്നാൽ മതി. താൻ ആളെ വിളി. എല്ലാ കാര്യവും ആദ്യം തന്നെ പറയണ്ട, പേടി കൂടും. ഇന്ന് വൈകിട്ട് വള്ളിയിലൂടെ വീഴാതെ നടക്കുന്ന അത്യുഗ്രൻ പ്രകടനം. സ്ഥലം ജലദോഷിക്കുന്ന്. നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത്രമാത്രം: ഇറച്ചി അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ മുട്ട. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ ഇട്ടുതരാം. പക്ഷെ അത് വിരിഞ്ഞാൽ കുഞ്ഞിനെ തരുമോ? ഓളെത്തി. നമസ്കാരം. അഭ്യാസി വള്ളിയിൽ നടക്കുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുകയാ. ഇതെന്തോ? കാണാൻ ഇത്രയും ആള് കൂടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. വെള്ളം തെളിക്കി. എന്തു പേടിക്കാൻ? ആരെയും ശ്രദ്ധിക്കാതെ സാധാരണ പോലെ നടന്നാൽ മതി. സംഭവം തീർന്നാൽ 3 മുട്ട തിന്നാൻ തരും. റെഡിയല്ലേ? റെഡി.
കേറിക്കോ, അതാണ് വള്ളി. ഠിം, ദേ പിന്നെ വീണു. വള്ളി പൊക്കി കെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല, പേടിപ്പിക്കണ്ടെന്ന് കരുതി. നിലത്തിട്ട വള്ളിയിലൂടെ വിടാതെ നടന്ന നേർക്ക് ശീലം. സൂത്രോ, എന്റെ വേറെ എന്നൊരു മരുന്ന് കിട്ടി. പക്ഷെ ഇതിന് വല്ലാത്ത ഗുണം. അയ്യോ, വീണു. ബ്ലിഷ്. അയ്യോ, എന്തൊരു നാറ്റം. കഴുകിയാൽ പോകുമടോ. കഴുകിയിട്ടൊന്നും കാര്യമില്ല തന്നെ ഞാൻ. എന്താ പ്രശ്നം? ഈ ശരി മരുന്ന് പലവഴി. അയ്യോ, എന്തൊരു നാറ്റം. വേറെ മണമുള്ള ഇല കൊണ്ട് തുടച്ചാൽ മതി, ഈ മണം പോകും. ഈ ഇല ബെസ്റ്റാ. അയ്യോ, ഈ മണം അതിനേക്കാൾ പോറാ. ഇതിപ്പോ 2 മണമായി. ഓടടാ. മണം മാറ്റാൻ ഈ ഏരിയയിലെ ഒരു മരപ്പശയാ ബെസ്റ്റ്. മരപ്പശ എടുത്ത് ഇങ്ങനെ മുതുകിലൊരച്ച്. അയ്യോ, ഇത് തീരെ സഹിക്കാൻ വയ്യ. എന്തൊരു നാറ്റം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓടോ, തന്റെ ഒരു മരപ്പശ. ഇത് ചേട്ടന് 3 മണം. അത്ഭുതം, ഒരാൾക്ക് 3 മണം. ഞാനിത് എല്ലാവരോടും പറയട്ടെ, അറിഞ്ഞോ? ഇതൊരു ബിസിനസ് ആക്കാൻ മണം പിടിക്കാൻ ഫീസ് വെച്ച്. സൂത്രോ, മണം മാറ്റാൻ മരുന്ന് കിട്ടി. വൈദ്യര് തന്നതാ. ഇത് തലവഴി ഒഴിച്ചാൽ മണം പോയി. തന്നെ ഞാൻ. ഇപ്പൊ മണം പോയതായോ പ്രശ്നം? വേഗം വാ, മഴ വരുന്നു. നീയാണോ വള്ളി വലിച്ചു കെട്ടിയത്? കൊല്ലോ, നിന്നെ ഞാൻ. പുല്ല് പറിച്ചെന്നാണോ ഉദ്ദേശിച്ചത്? അതൊക്കെ എനിക്കറിയില്ലേ. നിന്റെ നിൽപ്പൊക്കെ നോക്കി ഞാനിവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് ഒരുമിച്ച് ഓടി വരുന്നതിന് മുമ്പാണോ താൻ ഒളിച്ചു വന്നത്? സത്യത്തിൽ പല്ല് പറിക്കുന്ന കാര്യത്തിൽ ഞാനൊരു വിദഗ്ധനാ. ഞാനും ഇതൊന്നും പറഞ്ഞിരുന്നല്ലോ. തന്നോട് ഞാൻ പറഞ്ഞില്ലെന്നായിരുന്നു, മനസ്സിലായോ? അയ്യടാ, ഈ വിവരം എല്ലാവരോടും പറയുകയും വേണം കേട്ടോ. അതെന്തിനാ സൂത്ര? പല്ല് പറിക്കാൻ പലരും വരും, ഫീസായി പലതും തരും. നമുക്ക് ഈ പല്ല് പറിക്കൽ ഒരു സ്ഥിരം പരിപാടിയാക്കാം. പല്ല് പറിക്കാൻ പല പല വിദ്യകൾ പരീക്ഷിക്കാം. പിന്നെന്താ, 4 ആളുടെ മുമ്പിൽ വെച്ച് തന്നെ പല്ല് പറിക്കാം. എന്താ, ആളുകൾ അറിയട്ടെ. പല്ല് പറിക്കാൻ പുത്തൻ വിദ്യകൾ സൂത്രം കുറുക്കൻ അവതരിപ്പിക്കുന്നു. പ്രദർശനം ഇന്ന് വൈകുന്നേരം ജലദോഷിക്കുന്നു. ഫീസിന്റെ കാര്യം അടുത്ത പരസ്യത്തിൽ പറയാം. വിഷപ്പല്ല് പറിക്കുമോന്നോ? തനിക്കെവിടെയാ വിഷപ്പല്ല്? എന്റെ അല്ല, അയൽപക്കത്തെ മൂർഖന്റെയോ. ശരി, തന്റെ ഫ്രണ്ട് എത്തിയില്ലേ? പരിപാടി തുടങ്ങടോ. കിഴക്കേ കാട്ടിൽ നിന്നാ. ഈ കാട്ടിലെ വൈദ്യരെ കാണാൻ വന്നതാ. വൈദ്യരെ കാണിക്കാം. ഓരോ സൂത്രോ ഇത്? ഇത് ഞാനാ. വൈദ്യരെ കാണാൻ പോയാലോ? ചേട്ടനെ പോലെ ഒരു കുറുക്കനെ ഇപ്പൊ ഇവിടെ കണ്ടല്ലോ. അപ്പോ ഇപ്പൊ വൈദ്യരെ കാണിക്കാമെന്ന് പറഞ്ഞു. അത് സൂത്രം തന്നെയോ? ഇതുപോലെ ഒരു കടുവ ഇപ്പൊ ഇവിടെ നിന്നിരുന്നല്ലോ. എപ്പോ? ആരാ സൂത്ര ഇത് എന്ന് ചോദിച്ചു വന്നു. ആ കടുവ തന്നെ ഈ കടുവ. പിന്നെ അതുപോലൊരു കുറുക്കൻ. ഇതിപ്പോ 3ാമത്തെ കുറുക്കനാ ഇതേ ചായയിൽ. സൂത്രോ, എന്തോ പ്രശ്നമുണ്ടോ? ഉഴഞ്ഞ കേസാ. വൈദ്യരെ കാണിക്കാം. ഓരോ തവണയും പുതിയ ആളെ കാണുന്നത് പോലെയാ പുള്ളിയുടെ പെരുമാറ്റം. അതുകൊണ്ടാ കണ്ണും കൊണ്ടുവന്നത്. മനസ്സിലായി, ഇതൊരു അപൂർവ അസുഖമാ. ആരെ കണ്ടാലും പുതിയ ആളാണെന്നേ ഇവർക്ക് തോന്നും. പക്ഷേ മുൻപ് കണ്ടതൊക്കെ ഓർമ്മയുണ്ടാവുകയും ചെയ്യും. നോക്കട്ടെ, കണ്ണു തുറന്നോളൂ. ഇതാണോ വൈദ്യര്? അതെ,
ഇതാണ് മൂങ്ങ വൈദ്യർ. ഞാൻ ഇവരെ പോലെ രണ്ടുപേരെ എന്റെ കണ്ണു മൂടിയത്. പറയൂ, എന്താണ് അസുഖം? ഞാൻ താങ്കളെ കണ്ടാൽ മൂങ്ങവൈദ്യരെ പോലെ ഉണ്ടല്ലോ. അതെ, ഞാനും മൂങ്ങ വൈദ്യരാ. എന്റെ കണ്ണിൽ കുറെ പേർക്ക് കാലിൽ വേദന, നീല നിറത്തിൽ പാടും കാണാം. കുറെ പേർക്കെന്ന് പറഞ്ഞാൽ 19 പേർക്ക് ഇതേ അസുഖമാ. മൂക്കൻ കുന്നിലെ പൊക്കമുള്ള മരത്തിന്റെ ചില്ലകൾ ചതച്ചു തിന്നണം, അതാണ് മരുന്ന്. 19 പേർക്ക് കുറെ വേണ്ടി വരും. നിങ്ങളൊന്ന് സഹായിക്കൂ. ശരി വൈദ്യരെ. എന്റെ അമ്മേ, ചില്ലയൊടിച്ച് എല്ലൊടിഞ്ഞു. ക്ഷമിക്കണം സൂത്ര, മരുന്ന് ഒരാൾക്ക് മതി. രോഗി ഇതാ നേരിട്ട് വന്നു. ഒരാളോ? 50 പേർക്കെന്ന് പറഞ്ഞത്? ഇവനല്ലേ പറഞ്ഞത്? ഇവൻ എന്റെ അയൽക്കാരനാ. എന്നെ തന്നെയാ ഇവൻ 50 തവണ കണ്ടത്. ഇവരെ പോലെ 2 പേർ നേരത്തെ ഇവിടെ. ശരു, ഒരു ചലഞ്ച്. കുളത്തിലിറങ്ങിയ പൂ പറിക്കാമോ? പക്ഷെ വെള്ളം കലങ്ങരുത്. വെള്ളം കലങ്ങുകയോ? അതെന്തോ? അതായത് വെള്ളം ഇറങ്ങി അടിയിലെ ചെളി പൊങ്ങി വരരുത് എന്ന്. ട്രൈ ചെയ്യാം. കാട്ടുകുത്തപ്പോ കലങ്ങളേ, എന്തോടോ പരിപാടി? ഇതെന്തോ വെള്ളത്തിന് മീതെ നടക്കാൻ പോകുന്നു? കടിയൻ. വെള്ളത്തിന് മീതെ നടന്നാണോ പൂ പറിക്കേണ്ടത്? അത് പറ്റില്ല. അല്ലടോ, അത് ചേട്ടാ കുളം കലക്കാതെ പൂ പറിക്കാൻ നോക്കുകയാ. വെള്ളം കലങ്ങാതെ പൂ പറിക്കുന്നത് ഭാഗ്യമാണ് എന്നാ ചൊല്ല്. അങ്ങനെ ആരോ ചൊല്ലിയത്? അത് ഞാൻ പറിച്ചു തരാം. ക്ലിക്ക് ബ്ലൂ. ബെസ്റ്റ്. മൊത്തം കലങ്ങി. പോരെ. പക്ഷേ കുളം കലങ്ങി ചേട്ടാ. ആര് പറഞ്ഞു കൊലഞ്ഞെന്ന്? ഒരു കാലക്കവുമില്ല. നോക്ക്, കൊലഞ്ഞോന്ന്. ഇല്ല. അപ്പോൾ ഞാൻ ഭാഗ്യവാനോ അല്ലേ? അത് എഞ്ചിനക്കാരും ഒരു കല്ലിലെഴുതി എന്റെ ഗുഹയ്ക്ക് മുമ്പിൽ വെക്കടോ. ഞാനാണ് മഹാഭാഗ്യവാനെന്ന് എല്ലാവരും അറിയട്ടെ. ഓരോരോ അസുഖങ്ങള് പണിയായി. താൻ പോയി എഴുത്. ഈ കാട്ടിലെ മഹാഭാഗ്യവാനാണ് കടിയൻ സിംഹം എന്ന് എഴുതാമല്ലേ? അത്ര നീട്ടണ്ട, ലക്കി എന്ന് മതി. അങ്ങേരുടെ പേര് കൂടി എഴുതാം, കടിയൻ ലക്കി. അല്ലെങ്കിൽ ഇടി ഉറപ്പാ. തീർന്നില്ലേ? ഇപ്പൊ തീരും ചേട്ടാ. ഓഹോ, ഞാൻ കുളം കലക്കുന്നു അല്ലടോ. ഓ, ഡിയന്റെ കാ തീർന്നു. ഡിയം ബാക്കിയുണ്ട്. അത് ഇനി എഴുതണോ സൂത്ര? കലക്കി. ദേഹത്ത് മൊത്തം പൊടിയായി. കുളിക്കാമെന്ന് വെച്ചാൽ തണുത്തിട്ടും വയ്യ. ഐഡിയ. ചേട്ടാ, എന്റെ ദേഹത്തേക്കൊന്ന് ഊതാമോ? എന്തിനോ? ശരീരം ഒന്ന് വൃത്തിയാക്കാനാ. ശരി, ഊതാം. താങ്ക് യു. ഒരു മിനിറ്റ്, ഞാനൊന്ന് പിടിച്ചു നിന്നോട്ടെ. ക്ലീൻ. എന്തിനാ ഊതുന്നത്? തന്നെ പറത്താനാണോ സൂത്ര? ദേഹം വൃത്തിയാക്കിയതാ. കുളിക്ക് പകരം. കുളിക്കുന്നതിന് പകരം ഊതിയാ മതിയോ? ആരെങ്കിലും മൂടിയാൽ പോരാ, ആന ഊതണം. ചേട്ടാ, എനിക്ക് ഊതി കുളിക്കണം. സൂപ്പർ. ചേട്ടാ വാ, സൂത്രന്റെ ആനയൂത്ത് കുളി ആർക്കെങ്കിലും വേണോന്ന് ചോദിക്കാം. ഇതുപോലുള്ള ഐഡിയകളാ സൂത്രം ബിസിനസ് ആക്കുന്നത്. വിടരുതവന്. ആനയുദ്ധ കുളിയുടെ ഐഡിയ തന്റേതാ അല്ലേ? എന്തു പറ്റി? പനി പിടിച്ച് കൂട്ടിലിരുന്ന ഞങ്ങളുടെ അമ്മാവനെ ശരി ഊതി കുളിപ്പിച്ചു. അമ്മാവന്റെ കൂട് പൊളിഞ്ഞു വീണടോ. എന്താ പറഞ്ഞത്? ആനയുടെ എന്നിട്ട് ആ ആന എവിടെ? അയ്യോ, തോനങ്ങോട്ടോ ഇതുവഴി? കുഴിയിൽ വീണതാണോ?
വിളിച്ചു നിൽക്കാതെ ഒന്ന് പിടിച്ചു കേറ്റടോ. പിടിക്കാൻ കഴിയത്തില്ല. ഒരു വള്ളിയോ മറ്റോ ഇട്ടുതാ. വള്ളിയോ മറ്റോ കൊണ്ടുവരാം. ഞേ ഒരു വള്ളിയോ മറ്റോ കിട്ടുമോ? സമയമില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാ. റിപ്പോർട്ടോ? അതെ, ചേട്ടൻ ആ മരപ്പത്ത് കണ്ടോ? അതിലൊരു അണ്ണാൻ കുരുങ്ങിയത് കണ്ടോ? അണ്ണാൻ ബൊത്തിൽ കുരുങ്ങി. ഈ വാർത്ത ഞാൻ എന്റെ കാട്ടിലെത്തിക്കും. അപ്പൊ ഞാൻ ഈ വരയ്ക്കുന്ന ചിത്രവും കാണിക്കും. എന്റെ കാട്ടിൽ വിദേശ വാർത്ത എത്തിക്കുന്നത് ഞാനാ. എന്ന് വെച്ചാൽ മറ്റു കാടുകളിലെ വാർത്ത. അതിനിത് മറ്റു കോടല്ലല്ലോ, ഈ കോട് തന്നെ അല്ലേ? അത് നിങ്ങൾക്ക്, ഞങ്ങൾക്കിത് വിദേശത്തെ കാടാ. എന്റെ വാർത്തയും ചിത്രവും കാണാൻ കാത്തിരിക്കുക അവിടെ എല്ലാവരും. ഈ അണ്ണാന്റെ ചിത്രവും കാണിക്കുമല്ലേ? അണ്ണാന്റെ വാലിന്റെ ചിത്രം കാണിക്കും. തല അകത്തല്ലേ. അയ്യോ, വള്ളിയുടെ കാര്യം മറന്നു. എന്റെ കൂടെ വരാമോ? ഒരു വിദേശ വാർത്തയുണ്ട്. എവിടെ? ഓ, സൂത്രനും ഷെയറും കുഴിയിൽ വീണു, അതാണ് വാർത്ത. വേഗം വരച്ചോ. എന്തിനോ ഞാനും ചാടിയതെന്നോ? എന്നാലല്ലേ എന്റെ ചിത്രവും വിദേശ വാർത്തയിൽ വരൂ. സൂത്ര, നിന്റെ അപ്പൂപ്പൻ വന്നിട്ടുണ്ട്. നീയും വലുതായല്ലോ. സൂത്രം വലുതായോ? എപ്പോ? ഗുഹയ്ക്കകത്തിരുന്ന് ഓറടിച്ചു. വെയിലാറിയാൽ പുറത്തു ചെന്നിരിക്കാം. എങ്കിൽ ഇരിക്കാൻ പുറത്തൊരു തടി കൊണ്ടിടാം. സൂത്ര, ശരു, ഗുഹയ്ക്ക് പിന്നിലൊരു തടിയുണ്ട്. രണ്ടുപേരും കൂടി അത് മുന്നിൽ കൊണ്ടിട്. അപ്പൂപ്പന് ഇരിക്കാനാ. തടി കൊണ്ടിടാൻ ഇത്ര ശബ്ദമോ? പിള്ളേരെ, എന്താ ഇവിടെ ബഹളം? എന്റെ അച്ഛനെ ഞാൻ കുഴിയിൽ വീഴ്ത്തി. കഴിഞ്ഞ ആഴ്ച ഒരു തമാശക്ക് ചെയ്തതാ. അച്ഛൻ എന്നെ ഗുഹയിൽ നിന്ന് ഇറക്കി വിട്ടു. 2 തല്ലും കിട്ടി. എനിക്കാണെങ്കിൽ ഗുഹയിൽ നിന്ന് വെട്ടി നിൽക്കാനും വിഷമം. എന്താ വഴി? ഗുഹയിലേക്കുള്ള വഴിയാണോ? അച്ഛന്റെ പിണക്കം മാറിയോ എന്നറിയണം. അത്രയല്ലേ ഉള്ളൂ. താൻ വേഷം മാറി ഒരു അപരിചിതനെ പോലെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ല്. ഈ പുല്ല് താടിയും മുടിയും പോലെ ഒട്ടിച്ചു വെച്ച് വേഷം മാറാം. ഒട്ടിക്കാൻ പറ്റില്ല. പശ തൊട്ടാൽ എനിക്ക് ചൊറിച്ചിൽ വരും. എന്നാ പിന്നെ വേറൊരു വഴിയുണ്ട്. വാ, നിങ്ങളുടെ ചെറിയൊരു സഹായം വേണം. താൻ തലയിലിരിക്ക്, മറ്റവൻ താടിയിൽ പിടിച്ചു തൂങ്ങണം. കാലൊന്നും പുറത്ത് കാണരുത് കേട്ടോ. ഹിഹി, ഇപ്പൊ ശരിക്കും താടിയും മുടിയും ആയില്ലേ? സോദരനെ ഞാൻ സമ്മതിച്ചു. ഞാൻ പോയിട്ട് വരാം. ഞങ്ങളുടെ പിടി വിടും. ഞാനൊരു അപരിചിതനാ അച്ഛാ. അല്ല ചേട്ടാ. എന്തോ വേണ്ടത്? ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ടായിരുന്നു, എന്റെ മകൻ. കഴിഞ്ഞ ആഴ്ച അവനെ ഞാൻ വല്ലാതെ വഴക്ക് പറഞ്ഞു. 2 തല്ലും തല്ലി. അല്ല, തല്ലിയിട്ടുണ്ടാവും. അതെ, ഇപ്പൊ ഓർക്കുമ്പോ വിഷമം തോന്നുന്നു. തോന്നുന്നുണ്ടോ? എങ്കിൽ രക്ഷപ്പെട്ടോ. അച്ഛാ, ഇത് ഞാൻ തന്നെ അച്ഛാ. ഓനെ ഓനിവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു. ഓ, രക്ഷപ്പെട്ടോ. ഒരാഴ്ച കൊണ്ട് നീ ആകെ കോലം കെട്ട് പോയല്ലോടാ. പേടിക്കണ്ട, ദോ ഇവൻ നല്ലൊരു മുടിവെട്ടുകാരനാ. ഷോറ പറയുന്ന വെട്ടിത്തരൂ. അയ്യോ, പക്ഷേ വീടരുതവന്. എന്താ താൻ നോക്കുന്നത്? ഗുഹസൂത്ര. ഈ ഗുഹയിൽ ഏതോ ഭയങ്കരം വന്ന് താമസം തുടങ്ങിയെന്ന് കേട്ടു. അതാരാണെന്ന് ആലോചിക്കുകയാ ചേട്ടാ. ഭയങ്കരനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആരാണെന്ന് അറിഞ്ഞിട്ട് എന്തിനാ? ചുമ്മാ അറിയാനൊരു മോഹം. എന്നാ പിന്നെ അകത്ത് കയറി നോക്കിയാൽ പോരെ? അയ്യോ, അതിനെനിക്ക് ധൈര്യമില്ല. ഐഡിയ, ചേട്ടൻ കയറി നോക്ക്. ഞാനോ? എനിക്കൊന്നും വയ്യ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരന്മാരെ ഇഷ്ടമല്ല. അവന്മാർ പൊതുവെ മണ്ടന്മാരാ.
വൃത്തികെട്ടവരും. എന്നാൽ ശരി ചേട്ടൻ കേറ്. ചേട്ടന്റെ ഞെളിഞ്ഞുള്ള നിൽപ്പ് കണ്ടാലേ അറിയാൻ പറ്റുമെന്ന്. അയ്യോ, എനിക്ക് പേടിയോ, നിന്നത് തെറ്റിപ്പോയതോ? രണ്ടുപേർക്കും പേടിയായതുകൊണ്ട് വേറെ ആരോടെങ്കിലും ചോദിക്കാം. എനിക്ക് പേടിയില്ലടോ. ആരെങ്കിലും കിട്ടുമോന്ന് നോക്കാം. നിവർന്നു നടക്ക് ചേട്ടാ. വൃത്തികെട്ട ഒരു ഭയങ്കരന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുണ്ടോ? ഇല്ല, ഭയങ്കരന്റെ ഗുഹയിൽ താല്പര്യമില്ല. ഏതു ഗുഹ? ഞാൻ കയറി നോക്കാം. ഭയങ്കരന്റെയോ? ഭയങ്കര മാത്രമല്ല, മണ്ടന് വൃത്തികെട്ടവനുമാണെന്നാ സൂത്രം പറഞ്ഞത്. മണ്ടന്റെ വൃത്തികെട്ടവന്റെയും ഗുഹയിൽ സൂത്രം കയറാറില്ല. അതാണ് ഗുഹ. ഇത് ചേട്ടന്റെ ഗുഹയാണോ? അപ്പൊ ചേട്ടനാണോ മണ്ടനും വൃത്തികെട്ടവനും? എന്റെ സൂത്രം കുഞ്ഞെ, എനിക്ക് തീരെ വയ്യ. എനിക്ക് അത്ര പോലും വയ്യ സൂത്രം കുഞ്ഞെ. എനിക്ക് മുതുകിന് വല്ലാത്ത വേദന. തണുപ്പ് കാരണം എന്റെ മുതുകിന് അതിനേക്കാൾ വേദനയാ. അതിനേക്കാൾ തണുപ്പല്ലേ. ഇവിടെ ഒരു മൂങ്ങവൈദ്യരുണ്ടെന്ന് കേട്ടു. ഒന്ന് ചികിത്സിക്കണം, എന്നെയും ചികിത്സിക്കണം. പണിയായി. ഇതോരോ സൂത്ര? എന്റെ 2 വല്യമ്മാവന്മാരാ. മഹാശല്യങ്ങളോ. ഇനി 2 ദിവസം കഴിഞ്ഞ് ഒഴിഞ്ഞു പോകും. എന്താ ഒരു സ്വകാര്യം? ഞാൻ കേട്ടില്ല. ഞാൻ തീരെ കേട്ടില്ല. ഹിഹി. അല്ല, 2 പേരെയും ഒരുമിച്ച് വൈദ്യര് ചികിത്സിക്കല്ലെന്ന് പറയുകയായിരുന്നു. ആദ്യം ഒരു വല്യമ്മാവനെ കൊണ്ടുപോകാം, അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയ അമ്മാവനെ. അല്ലാത്ത തണുപ്പാ വൈദ്യരെ. അതാ എപ്പോഴും വേദന. ഒറ്റ വല്യമ്മാവന് അതിനേക്കാൾ വേദനയോ? ഈ മുതുക് മാറ്റി വേറെ മുതുക് വെക്കുന്ന ചികിത്സയുണ്ടോ വൈദ്യരെ? ദാ, അതൊരു പോത്തിന്റെ തോല. ഇത് നട്ടുച്ചയ്ക്ക് കുളത്തിലെ വെള്ളത്തിൽ മുക്കണം. എന്നിട്ട് അത് പിഴിഞ്ഞ് മുതുകിൽ തടവണം. അങ്ങനെ 2 ദിവസം വേണം. പറ്റില്ലേ? പറ്റും. 2 ദിവസം കഴിഞ്ഞാൽ വല്യമ്മാവന്മാർ ഒഴിഞ്ഞു പോകൂ, അല്ലേ സൂത്ര? തോല് കുളത്തിന്റെ അടുത്ത് തന്നെ വെക്കാം. ഉച്ചയ്ക്ക് മുക്കിപ്പിഴിയേണ്ടതല്ലേ. മറ്റേ വല്യമ്മാവൻ എവിടെ പോയി? നടക്കാനിറങ്ങിയതാവും. ഉച്ചയായി, വാ, മുക്കി പിഴിയണ്ടേ. സൂത്രനോ? എന്തു പറ്റി? വല്യമാമന്റെ വേദന എങ്ങനെയുണ്ട്? തോൽ മുക്കി പിഴിഞ്ഞ് തടവിക്കൊടുത്തു. പക്ഷേ അതോടെ മറ്റേ അമ്മാവന്റെ വേദന കൂടി. അതെങ്ങനെ? മുക്കിപ്പിഴിഞ്ഞ തോലിനകത്ത് ഈ അമ്മാവനുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല വൈദ്യരെ. ഒരു തോല് കണ്ടപ്പോ മൂടി പുതച്ചു കിടന്നത്. തണുപ്പ് കാരണം. അയ്യോ, ആവോ. അമ്മാവനല്ലേ വരുന്നത്? എടാ, വയ്യാതായി. ഭക്ഷണത്തിന് വകയില്ലാതായി. നീ സഹായിക്കണം. പോകയോ? അതെന്ത് ഭക്ഷണം? നിനക്ക് പണ്ടു കുറെ സൂത്രമൊക്കെ പറഞ്ഞു തന്നതല്ലേ ഞാൻ. അതൊക്കെ ഓർത്തിട്ട് നീ എന്നെ ഒന്ന് സഹായിക്ക്. അത് നീ എന്താ ആലോചിക്കുന്നത്? പണ്ടത്തെ സൂത്രങ്ങളോ അമ്മാവ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് വേണ്ടേ സഹായിക്കാൻ? അമ്മാവാ, ഒരു ഐഡിയ ഉണ്ട്. ഒരാഴ്ച ഈ കാട്ടിൽ താമസിക്കും. എന്ത് കാര്യത്തിനും ഞാൻ അമ്മാവനോടാണ് സൂത്രം ചോദിക്കുന്നത് എന്ന് പരസ്യം ചെയ്യാം. അതുപോലെ ആവശ്യങ്ങളുള്ളവർ അമ്മാവനെ വിളിച്ചാൽ മതിയെന്ന് പറയാം. ഐഡിയ 1-ന് 2 മുട്ട വെച്ച് ഫീസ് വാങ്ങിയാൽ കുശാലായില്ലേ? അത് കൊള്ളാം. പക്ഷേ ഐഡിയ കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് അമ്മാവൻ സ്വന്തം ഐഡിയ ആയിട്ട് പറഞ്ഞാൽ മതി. ശരു, എന്തു പ്രശ്നത്തിനും അമ്മാവനെ വിളിക്കണം എന്നെല്ലാവരോടും പോയി പറ. എന്തു പ്രശ്നം വന്നാലും അമ്മാവനെ വിളിക്കണം. സൂത്രം പറഞ്ഞിട്ടുണ്ട്. ഫീസ് 2 മുട്ട. എന്തു പ്രശ്നം വന്നാലും അമ്മാവനെ വിളിക്കണം. ഫീസ് 2 മുട്ട. ഫീസ് തരാൻ മുട്ടയില്ലാത്തതാ പ്രശ്നം. അതിനെ വിളിക്കണോ? അമ്മാവനെ വിളിക്കണം. ഫീസ് 2 മുട്ട. ഞാൻ വിളിക്കുന്ന പ്രശ്നമില്ല. കംപ്ലീറ്റ് പരസ്യം കൊടുത്തിട്ടുണ്ട്. കാട്ടിൽ മൊത്തം പ്രശ്നക്കാരാ. എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. വരുമെന്ന് പറഞ്ഞതാ സൂത്ര.
ഏ ഇത്രയും പേരോ? ഇത് എന്റെ അമ്മാവനാ. ഇത് എന്റെ അമ്മാവൻ. എന്റെ അമ്മാവന് വന്നിട്ടുണ്ട്. അമ്മാവനെ വിളിച്ചു. ഇനി എന്തു ചെയ്യണമെന്ന് പറ. എല്ലാവരും സ്വന്തം അമ്മാവന്മാരെയാ വിളിച്ചത്. മുത്തശ്ശിക്ക് കണ്ണിന് ചികിത്സയോ കാഴ്ച പരിശോധിക്കണം, അതിനാ നിങ്ങളെ വിളിച്ചത്. ഞങ്ങളെ ശരിക്കും കാണുന്നുണ്ടോ എന്നറിയാന് അല്ലേ? അല്ലോ, പറയുന്നത് കേട്ടാൽ മതി, ചോദ്യം വേണ്ട. ആദ്യം ഈ കല്ലിന്മേൽ എന്തെങ്കിലും എഴുതു. എന്നെ പറ്റി എഴുതിയാൽ മതി. കടിയൻ ചേട്ടൻ മഹാനാണ്. ഓ കൊള്ളാം. ഇനി ഇതുരുട്ടിയോ കൊന്നിന്റെ മുകളിൽ കൊണ്ട് വെക്ക്. ഞാൻ വഴി കാണിച്ചു മുമ്പിൽ നടക്കാം, താൻ പിന്നാലെ വാ. ഓ മുത്തശ്ശി, കുന്നിന്റെ മുകളിൽ പാറക്കല്ല് കാണാനില്ലേ? അതിലെഴുതിയത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ല. ഓഹോ, എങ്കിൽ കല്ലുങ്ങ് കൊണ്ടുപോ. ഉരുട്ടി വിടരുത്, പിടിച്ചു പിടിച്ചു കൊണ്ടുവരണം. വഴി മനസ്സിലായില്ല. ഇനി ഞാൻ പിന്നിൽ നടക്കാം. മുന്നിൽ കയറി നടന്നിട്ട് ഈ മണ്ടൻ കല്ലുകുത്താൻ കുഴപ്പമാ. എഴുതിയത് മുത്തശ്ശിക്ക് മനസ്സിലായില്ല. ഒന്നും കൂടി കടുപ്പം കൂട്ടി എഴുതണം. കടുപ്പ മഹാനെന്ന് എഴുതിയാലോ? ആ മതി, ഇനി തള്ളി കയറ്റിക്കോ. ഷെരീഫിന് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തനിയെ കയറ്റിക്കോളൂ. അമ്മമ്മോ, ഇത് വല്ലാത്തൊരു കണ്ണു പരിശോധനയായി പോയി. മുത്തശ്ശി, ഇപ്പൊ എഴുതിയത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, മനസ്സിലാവുന്നില്ല. എന്നാ പിന്നെ ഒന്നുകൂടി കൊണ്ടുപോ. കടിയൻ ചേട്ടൻ മഹാനാണ്. ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഷെടോ, എങ്കിൽ മരുന്ന് പാലിച്ചില്ല. അതെന്തിനാ മോനെ? എന്തിനാണെന്നോ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് എഴുതിയത് വായിക്കാൻ പറ്റുന്നില്ലെന്ന്. വായിക്കാനൊക്കെ എനിക്ക് പറ്റി, പക്ഷേ കാഴ്ച പരിശോധിക്കാൻ വേണ്ടി മണ്ടൻ പണിയൊക്കെ ചെയ്യുന്ന നീ മഹാനാണ് എന്ന് എഴുതിയതാ മനസ്സിലാവാത്തത്. ഓലിന് വേദന, ഇവിടെ സഹായത്തിന് ഒരാള് വേണം. അമ്മോ, പണിയായി. അത് ചേട്ടാ, എനിക്ക് പനിയാ. ഞാൻ നിന്നാൽ പനി പകരും. അയ്യോ, പനിയാണോ? ഞാൻ അറിഞ്ഞില്ല. താൻ അറിഞ്ഞു, മറന്നിട്ടോ? പറ്റിയ ആളെ കൊണ്ടുവരാം. സോറി ചേട്ടാ, പനിയുടെ കാര്യം പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. സഹായത്തിനോ? ഞാൻ എന്തിനും റെഡി. പോകാം. പോകാൻ വരട്ടെ. എന്താ നിന്റെ പേര്? എന്തിന്തോൻ. ഓൻ പേര് പറഞ്ഞു, ഇനി പോകാൻ സൂത്രോ. നിന്നെ വിശ്വസിക്കാമോ? സഹായത്തിന് കാണുമോ? റെഡിയാ ചേട്ടാ. എന്തിന്നോൻ എന്ന പേരാണേ സത്യം. എന്തിനും ഞാനുണ്ടാവും. വാ, എങ്കിൽ പോകാം. എന്തിന്തോൻ എന്നാണ് പേരെന്ന് സത്യമാണല്ലോ. ഇവനെ വിശ്വസിക്കാമോ? ആവശ്യം വരുമ്പോൾ ഉണ്ടാകുമോ? ഇവന്റെ പേരാണ് സത്യം. വിശ്വസിക്കാൻ ചേട്ടാ. എടോ, എന്തിന്തോനെ തന്നെ പറ്റി കാട്ടിൽ മോശം അഭിപ്രായമാണല്ലോ. താൻ തല്ലു കൊള്ളിക്കുവോ? ആര് പറഞ്ഞു? കണ്ടവരൊക്കെ പറയുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവനാ എന്ന്. അത് നുണയാ ചേട്ടാ. എന്നെ വിശ്വസിക്കാൻ കൊള്ളും. വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിൽ എനിക്ക് കൊള്ളും. കടിയൻ വിളിക്കുന്നു. അവൻ ഉച്ചയ്ക്ക് മുമ്പ് പോയതോ? വന്നിട്ടില്ല. ഇവനൊക്കെ കൊണ്ടുപോയത് തന്നെ തല്ലാൻ ആളില്ലാഞ്ഞിട്ടോ? ആണുണ്ട് ചേട്ടാ. എന്ത് സഹായത്തിനും എന്തിന്തോനുണ്ട്. എന്ത് കാര്യത്തിനും ഞാൻ ഇവനെ ഉണ്ടാകുമെന്ന് കണ്ടവരോടൊക്കെ പറയാൻ പോയതാ.